അവനൊഴുക്കി അളിയ അടിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ അടിക്കാൻ പറ്റിയ സമയം. ആടെ അടിക്കണം. എന്റെ ലെവല് ദൈവമേ, ഇംഗ്ലീഷ് നീ അത് എടുക്കുമെന്ന് എനിക്കറിയാം. കാണുന്നില്ലല്ലോ. അല്ല വേണ്ട, വായിക്കടാ. നിർത്തിയാ വായിക്കുന്നില്ല. വികാരി അച്ഛനില്ലാതെ കുർബാന നടത്തുന്നത് എനിക്കൊന്ന് കാണണം. പോട്ടെ ചേട്ടാ, അവര് കുട്ടികളല്ലേ. ഓ, ഇവനോ? അല്ല, നീയാണ് ഈ പിള്ളേരൊക്കെ ചീത്തയാക്കുന്നത്. ചേട്ടാ, ചെറുതായിട്ടൊന്ന് ഒഴിക്കട്ടെ. ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊരു വലുത് ഒഴിച്ചോ. അല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്ന് അടിക്കുന്ന കാര്യം ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഗുരുത്വം. ഗുരുത്വം? ഭൂഗുരുത്വം. യുടെ അതിദാരുണമാ അതിവിടെ ഇട്ട ചേട്ടൻ കാണുമല്ലോ എന്ന് വിചാരിച്ചാ വലിച്ചെറിഞ്ഞത്. ഇപ്പൊ കുരിശായി. ഇവനെന്താ അടിക്കാത്ത? അവൻ കാച്ചയില്ല, അടിക്കയില്ല. ചേട്ടൻ എന്തിനാ ഇങ്ങനെ അടിക്കുമ്പോ മൂക്കുത്തി പിടിക്കണേ? ഇതിന്റെ മണം അടിച്ചാൽ ഞാൻ വാള് വെക്കും. അതാ. ഡാ മക്കളെ, ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടാ കേട്ടോ, വേറൊന്നും വിചാരിക്കല്ലേ. ചേട്ടാ സെന്റിയാക്കല്ലേ. എനിക്ക് മോളിക്കുട്ടിയും മോളിക്കുട്ടിക്ക് ഞാനും മാത്രമേ ഉള്ളൂ. മക്കളില്ലാത്ത ഞങ്ങൾക്ക് നിങ്ങൾ വന്നപ്പോഴാ ഒരു ആശ്വാസമായത്. ഇനി അതുമില്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആരാന്നറിയോ? എന്നെ മോളിക്കുട്ടിയും പോലെ മക്കളില്ലാത്തവരാ. മക്കളെ, എന്തോ ഇവിടുന്ന് പോയാലും നിങ്ങളൊക്കെ ഇതുവഴിക്ക് വരണം. അത് പിന്നെ അച്ചായൻ പ്രത്യേകം പറയണോ? അല്ലടാ. മക്കളെ, നാളെ നിങ്ങൾ എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും മാതാപിതാക്കളെ മറക്കരുത്. അവരെ മറന്ന് എന്ത് ചെയ്താലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. എന്താടാ? എനിക്ക് നല്ല വിഷമമുണ്ടാ. എന്തിന്? എനിക്ക് വേണ്ടടാ. എന്തിന്? ഇതിപ്പോ തീരും. ഇവിടെ ഇനിയുണ്ട്. അതൊന്നല്ലടാ. അല്ലേ? എനിക്ക് അവിടെ മുത്തന്നെ വെച്ചിട്ടാ. ഇവങ്ങനെ സഹിക്കൂടാ. എന്ത്? ഇവനവളെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യേ, ഇവന് അവളെ അല്ല, അവളാണ് ഇവനെ വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെയാണോ? ആരാരാ വേണ്ടാന്ന് പറഞ്ഞാലും ഇവനെ വേണ്ടാതായില്ലേ? ഞാൻ ഇറങ്ങ. മോളിക്കുട്ടി തനിച്ചേ ഉള്ളൂ. സൂക്ഷിച്ച്. മുഴുവൻ തീർത്തു.